എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണോ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ തുടങ്ങുന്നതിനേക്കാൾ നല്ലത് ചെറുതായിട്ടൊരു മാപ്പ് പറഞ്ഞു തുടങ്ങുന്നതായിരിക്കും. കാരണം കഴിഞ്ഞ ഏകദേശം ഒരു മാസമായിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു ലോങ് വീഡിയോ എന്ന് പറഞ്ഞ പരിപാടിയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മുങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഡിസംബർ പകുതി തൊട്ട് ഇപ്പൊ ഒരു ജാനുവരി പകുതിയായില്ലേ, അതുവരെ നിങ്ങൾ നോക്കിയാൽ 1-2 ലോങ് വീഡിയോസ് ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഡിസ്കണക്ട് ആയിരുന്നു. റീസൺ എന്താന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് അറിയാട്ടോ. ഇങ്ങനെ മടി കാരണം അല്ലെങ്കിൽ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരുന്നതൊന്നും അല്ല. കൃത്യമായിട്ടുള്ള ഒരു റീസൺ ഉണ്ടായിരുന്നു. ഞാനൊരു ചെറിയ ബ്രേക്ക്, ഇപ്പൊ ലോങ് വീഡിയോ എന്ന് മാത്രമല്ല ജീവിതത്തിൽ ചെയ്തിരുന്ന പല കാര്യങ്ങളിൽ നിന്നും ഞാനൊരു ചെറുതായിട്ടൊന്ന് മുങ്ങി ഒരു കോമയിലായിരുന്നു. കോമ കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനെ ചെയ്തു തുടങ്ങിയുള്ളൂ. ഞാൻ മെന്റലിയും ഫിസിക്കലിയും കുറച്ചധികം ഇമ്പാക്റ്റഡ് ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല. മെന്റലിയും ഫിസിക്കലിയും ഞാൻ കുറച്ചധികം ഡ്രെയിൻഡ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് ചെയ്ത് എത്തിച്ച് ഒപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ കാര്യകാരണത്തോടുകൂടെ മുഴുവനായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ്. പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാന്നല്ല. അപ്പൊ ഇപ്പൊ പറഞ്ഞ് ഞാൻ ചളാക്കുന്നില്ല. ഞാൻ കൃത്യമായിട്ട് എന്താ സംഭവിച്ചതെന്ന് പറയാം. ഞാൻ എൻ്റെ ഒരു ഫേസിന്റെ അവസാന കുറച്ച് ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ അടുത്ത് കാര്യം പറയാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ എനിക്കത് പറയാനുണ്ട്, ഞാൻ പിന്നെ പറയാട്ടോ, ഓർത്തിരിക്കട്ടെ, പറയാം, അങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതായി പോയി. കാരണം കുറച്ച് കാലമായിട്ട് നമ്മൾ ഈ ഒരു ലോങ് വീഡിയോ ഒന്ന് മാറി നിൽക്കുന്നു. കുറച്ചധികം ആൾക്കാർ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടും നമ്മുടെ കമന്റ് സെക്ഷനിലും ഒക്കെ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ലോങ് വീഡിയോസ് ഇല്ലാത്തത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ആൻസറബിൾ ആണ് എന്തുകൊണ്ടാണ് അതില്ലാത്തത് എന്ന് പറയുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇപ്പം എനിക്ക് അതിൻ്റെ മുഴുവൻ റീസൺ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാൻ. അതായി കഴിഞ്ഞാൽ ഞാൻ പറയും. എത്രയും പെട്ടെന്ന് തന്നെ പറയണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കൊരു ഡേറ്റ് പറയാം. ഞാൻ വിചാരിച്ചായിരുന്നു February 8 എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് ഈ ഒരു ലോങ് വീഡിയോ ഒന്ന് ബ്രേക്ക് എടുത്തതെന്നുള്ള ഒരു കൃത്യമായൊരു കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്കും നിങ്ങൾക്കും ആ ഒരു കാര്യം 8-ാം തീയതി വരെ നമുക്ക് മറക്കാം. ഞാനിപ്പോൾ തിരിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇന്ന് എന്താണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ചോറ്റുപാത്രം വീഡിയോ ആണ് കേട്ടോ. അതായത് എനിക്ക് കഴിഞ്ഞ നമ്മൾ ഇറ്റലി പോയില്ലേ, ഇറ്റലി പോയ സമയം തൊട്ടിട്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ചോറ്റുപാത്രത്തിൽ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നാം. ഏതോ ഒരു റീല് കണ്ടപ്പോൾ തോന്നിയൊരു തോന്നലായിരുന്നു. ഭയങ്കരമായിട്ട് ചോറ് കഴിക്കാൻ വേണ്ടി തോന്നാം. അങ്ങനെ ഞാനിടയിൽ 1-2 തവണ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് മൊത്തത്തിൽ അങ്ങോട്ട് സക്സസ് ആയി വന്നില്ല. അങ്ങനെ അവസാനം ഞാനും റോസും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ചോറ്റുപാത്രം ചെയ്യാം. കുറച്ച് നല്ല സ്കൂളിലോട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള കുറച്ച് നല്ല വിഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു ചോറ്റുപാത്രം സെറ്റ് ചെയ്തെടുക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇഷ്ടം പോലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ഒരു മേഖലയാണ് ചോറ്റുപാത്രം. അത് ഞാൻ ഈ വീഡിയോയിൽ മുന്നോട്ട് പോകുമ്പോൾ പറയാട്ടോ. എൻ്റെ കുട്ടിക്കാലത്തെ വളരെ ദുഷ്കരമായ കുറേ ഓർമ്മകളിൽ വരുന്ന ഒരു കാര്യമാണ് ചോറ്റുപാത്രം. അപ്പോൾ ഒരിക്കലും ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോയ ചോറ്റുപാത്രമല്ല എനിക്ക് റീക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഇങ്ങനെ റീൽസിൽ കാണുകയും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൊണ്ടുവന്നിരുന്ന ടൈപ്പ് ഒരു ചോറ്റുപാത്രമാണ് എനിക്ക് റീക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറിയും കുറച്ച് മീനും ഒക്കെ നമ്മൾ വാങ്ങിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 12 മണിയായിട്ടുണ്ട്. ഒരു 2 മണിക്കെങ്കിലും നമുക്ക് ചോറ്റുപാത്രം സെറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കണത്. അപ്പം ഞാൻ പോയിട്ട് റോസിനെയും സ്റ്റീവിനെയും പിക്ക് ചെയ്ത് വീട്ടിൽ വന്ന് ഇവിടുന്ന് നമുക്ക് നമ്മുടെ ചോറ്റുപാത്രം റെഡിയാക്കാമെന്ന് വിചാരിക്കണം. ഗോ. ഇതെന്റെ പുതിയ സ്റ്റാൻഡാണ്. നമുക്ക് കാറിൽ വെക്കാൻ പറ്റുന്ന ടൈപ്പ്. അപ്പൊ എനിക്ക് കുറച്ചൊക്കെ നിങ്ങളുടെ അടുത്ത് ഇനി ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് വണ്ടി ഓടിക്കാം. അപ്പം ഒരു കാര്യം കൂടെ എനിക്ക് ചെയ്യണമെന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ റെഗുലർ ആയിട്ട് മുന്നത്തെ പോലെ വീഡിയോസ് ഇട്ട് തുടങ്ങണം. ഞാൻ നിങ്ങൾ എന്നിൽ നിന്നും കുറച്ചൊക്കെ ഡിസ്കണക്ട് ആയതുപോലെ എനിക്ക് തോന്നുന്നു. മുന്നേ എല്ലാ കാര്യങ്ങളും കുറേയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ പറയുമായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഒരു പരിപാടി ഏകദേശം 1 മാസമായിട്ട് ചെയ്യാത്തത് കാരണം എന്തൊക്കെയോ കുറേ കാര്യം പറയാനുള്ളത് പോലെയും ചെയ്യാനുള്ളത് പോലെയൊക്കെ തോന്നാം. യെസ്. അപ്പൊ എന്തായാലും നമുക്ക് കുറച്ചും കൂടെ റെഗുലർ ആയിട്ട് വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങണം. അപ്പൊ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഞാൻ ഇനി എങ്ങനെ ക്യാമറ എടുക്കുന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഞാൻ റോട്ടിൽ കയറി. ഞാൻ അവിടെ എത്തുന്നത് വരെ ചിലപ്പോൾ നിങ്ങൾ എന്റെ വർത്താനം കേട്ടോണ്ടിരിക്കേണ്ടി വരും. കാരണം വണ്ടി ഓടിക്കുമ്പോൾ എന്താ ചെയ്യാന്ന് അറിയോ? എനിക്ക് പാട്ട് കേട്ട് വണ്ടി ഓടിക്കുന്നൊന്നും എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. അപ്പൊ ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ ഞാൻ അൽക്കേനെ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ രോഹിത്തിനെ വിളിക്കും, അമ്മേനെ വിളിക്കും. ഇവർ 3 പേരുമാണ് ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്തുള്ള എന്റെ ഇരകൾ. അപ്പൊ ഇപ്പൊ ഫോൺ അവിടെ ആയത് കാരണം അല്ലെങ്കിൽ ഇന്ന് എനിക്ക് വിളിക്കാലോ അല്ലേ.
ഇങ്ങനെ മുടി കെട്ടുന്നതെന്നൊന്ന് കാണിക്കാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മറന്നിട്ടില്ല. ഇന്ന് എനിക്ക് ഇറങ്ങുന്നതിൻ്റെ മുന്നേ ആ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടു ഞാൻ കാണിക്കാം, വളരെ എളുപ്പമാണ്. അപ്പോൾ എന്തായാലും തൽക്കാലം നമുക്ക് എൻ്റെ ഇരകളിൽ ആരെങ്കിലും ഒരാളെ വിളിച്ചും കൊണ്ട് നമുക്ക് റോസിൻ്റെ അങ്ങോട്ട് പോവാം. റോസിൻ്റെ അപ്പാർട്ട്മെൻറ്റ് താഴെ എത്തിയിട്ടുണ്ട്. റോസിൻ്റെ കയ്യിൽ കുറേ സാധനങ്ങൾ പിടിക്കാനുണ്ട്, പിന്നെ സ്റ്റീവും ഉണ്ട് അപ്പം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് പോയി സഹായിച്ച് സാധനങ്ങൾ ഏറ്റുവാങ്ങി വരാം. ഹലോ റോസ് തെരേസ് ജോയ്. നല്ലൊരു പേരുണ്ട്, തെരേസ്. നല്ല ലുക്കുള്ള ഒരു പേര്. സ്റ്റീവ് എന്നിട്ട് റോസ് എല്ലാവരും വിളിക്കും. നമ്മൾ എവിടെ പോവാ? സ്റ്റീവൻ ഐശ്വര്യ ചെറിയ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. വേണോ? എന്താ ഗിഫ്റ്റ്? സ്പൈഡർമാനെ ആണോ വേണ്ടത്? ഓ നല്ല വിശക്കുണ്ടോ? നമുക്ക് ചെന്നിട്ട് ഉണ്ടാക്കിയിട്ട് വേണ്ട കഴിക്കാൻ. അതെ. അപ്പൊ ഞാൻ പെട്ടെന്നൊന്ന് വീട്ടിലെത്തിക്കട്ടെ. എന്നിട്ട് റോസ് എല്ലാം കുക്ക് ചെയ്യുന്നതാണല്ലോ റോസ്. റോസ് ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ഇവിടെ ആരും ഒന്നും അറിയണ്ട. റോസ് അങ്ങോട്ട് ഏറ്റെടുത്തു. നമ്മള് 1 മാസം കഴിഞ്ഞിട്ടാ കാണണേ. സത്യം 1 മാസമായി അസുഖം. ശരിയാ, പനി 3 തവണയൊക്കെ വന്ന്. അങ്ങനെ സീസൺ കഴിഞ്ഞു കേട്ടോ. അപ്പൊ എല്ലാരും ഒന്ന് കണ്ടു തുടങ്ങി. സമാധാനായി. റോസിന്റെ ചക്കയുടെ ഉണ്ടായിരുന്നേ, അത് 3 ഞാൻ കാറിന് കഴിച്ചിട്ടാ കാർ എടുത്ത് തുടങ്ങി. കാരണം നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. ചോറ്റുപാത്രം വിഭവങ്ങൾ എന്തൊക്കെയാണ് റോസ്? കോവയ്ക്ക ഒലത്തിയത്, അല്ലെങ്കിൽ മെഴുക്ക് വരട്ടി. ഞങ്ങൾക്ക് ഉപ്പേരി ഇല്ല, മെഴുക്ക് വരട്ടി. പിന്നെ മാങ്ങ ചമ്മന്തി. മെഴുക്ക് വരട്ടി ഒലത്തിയതും സെയിം ആണ്. തേങ്ങ ഇടില്ല, തോരനാവും. യെസ്. നിങ്ങൾക്ക് അത് 2 ഉപ്പേരി, ഞങ്ങൾക്ക് അത് 2 രണ്ടാ. ഞങ്ങൾക്ക് എല്ലാത്തിനും വേറെ വേറെ പേരുണ്ട്. പിന്നെ മാങ്ങ ചമ്മന്തി. അയ്യോ, കണ്ണിമാങ്ങാച്ചാർ എടുക്കാൻ മറന്നുപോയി. അപ്പൊ ഏതെങ്കിലും അച്ചാറ്, പിന്നെ മുട്ട പൊരിച്ചത്, പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം മത്തി ഫ്രൈ ആൻഡ് പ്രോൺസ് ഫ്രൈ. അതെ, 3 മണിയാകുമ്പോഴെങ്കിലും നമുക്ക് തീർക്കണം. ഇത് നാട്ടിലത്തെ ആണോ? ഏത്? നാട്ടിലെ ആ സ്കാർഫ് അല്ല, നാട്ടിലല്ല. അത് എവിടുന്നായിരുന്നു? പോർച്ചുഗലില്. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലത്തെ കുറെ സാധനങ്ങളുണ്ട്, കുറച്ച് ഭംഗിയുള്ളത്. സ്റ്റക്കാണോ സ്റ്റീവ്? സ്റ്റീവിന്റെ ക്യാപ്പ് അയച്ചു ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അയ്യോ, ശാസ്താംഗം പ്രണമിച്ചതാ. കേറി ഉടനെ ഒന്ന് തൊട്ട് മണ്ണ് ടെസ്റ്റ് ചെയ്തതാ സ്റ്റീവ്. പാവം. ചോറ്റുപത്രം വേണ്ടേ? എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. 3 എണ്ണം ഞാൻ തന്നെ ഒറ്റ ഇരിപ്പിനെ കണ്ട് കഴിച്ചു. എന്നെ നടുവേന എങ്ങനെയുണ്ട്? ഇന്നലെ നമ്മള് ക്രിസ്മസിന്റെ സാധനങ്ങൾ എടുത്തൊന്ന് മാറ്റി വെച്ചപ്പോ ഒരു ബോക്സ് ഒന്ന് എടുത്ത് മാറ്റി വെച്ചായിരുന്നു. ടക്ക് എന്ന് വീണ്ടും ഒരു ശബ്ദം കേട്ടു. പക്ഷെ ഇപ്പൊ കുറച്ച് ബെറ്റർ ആണെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഈ മൈക്കൊക്കെ കുത്തി കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര ടെൻഷനാണ് മൈക്ക് ഓൺ ആയിട്ടില്ലേ എന്നുള്ളത്. കാരണം പലതവണ എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. മൈക്ക് ഓൺ ആവാതെ എടുത്ത വീഡിയോ അതേപോലെ ഒന്നും കൂടെ പറയാം. അപ്പൊ എന്തായാലും ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങൾ ചോറ്റുപാത്രം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. പ്ലീസ് കം ടു ദ സ്റ്റേജ്. താങ്ക് യു. അത് എനിക്ക് മറ്റേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ചെസ് നമ്പർ 101. റോസ് ആണ് നമ്മുടെ മെയിൻ ആയിട്ട് ഇന്ന് ചോറ്റുപാത്രം ഡീൽ ചെയ്യുന്നത്. ഞാൻ റോസിന്റെ ഇടം കൈയും വലം കൈയും നിന്നുകൊണ്ട് ഇടിക്കുക, പൊട്ടിക്കുക, ചതക്കുക, പിന്നെന്തൊക്കെയാണ് അരക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ്. ഇത് ഞാൻ റോസിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നല്ല കേട്ടോ. റോസിന് ഇതൊക്കെ ഏറ്റെടുത്ത് ചെയ്യലൊരു രസമാണ്, ഒരു ഹരമാണ്. നമ്മള് കുറെ നാളായിട്ട് പ്ലാൻ ചെയ്തത്. ഞാൻ ഇറ്റലി പോയ സമയത്താണ് നിന്നോട് ചോദിച്ചത്, അന്ന് നമുക്ക് ചോറ്റുപാത്രം. അതിന്റെ ഇടയില് ചോറ്റുപാത്രം കഴിക്കാനുള്ള മൂഡ് അങ്ങോട്ട് പോയി. പിന്നെയാണ് തിരിച്ചു വന്നത്. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത് ഇന്ന് അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ചോറ്റുപാത്രം അങ്ങനെ ഭയങ്കര നൊസ്റ്റാൾജിയുള്ള ഒരു സാധനം അല്ല കേട്ടോ. എനിക്ക് ജീവിതത്തിലൊട്ടും കഴിക്കാൻ ഇഷ്ടമല്ലാത്തത് എന്റെ ചോറ്റുപാത്രമായിരുന്നു. പക്ഷെ ഈ ചോറ്റുപാത്രം ഇഷ്ടപ്പെടും. ഇതിങ്ങനെ റീൽസിലൊക്കെ കാണുമ്പോഴാണ് ചോറ്റുപാത്രം ഇത്ര അടിപൊളിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാനൊക്കെ കൊണ്ടുവരുന്ന ചോറ്റുപാത്രം ഉണ്ടല്ലോ, അമ്മ കേക്കണ്ട, ഞാനും അമ്മയും തമ്മിലുള്ള ഡിവോഴ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ കൊണ്ടുവരുന്ന സമയത്ത് ഡെയിലി നമ്മൾ കൊണ്ടുപോകണം. ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണം കഴിക്കുമല്ലോ, അതേപോലെ ഞാനും കൊണ്ടുപോകും. പക്ഷെ എനിക്കെന്താണെന്നറിയോ, അമ്മയ്ക്കും ഏകദേശം ഒരു
9:15 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. പിന്നെ അച്ഛൻ ആ സമയത്ത് കുറച്ച് പൊളിറ്റിക്സ് വർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബിസി ആയിരുന്നു. പിന്നെ അച്ഛന്റെ വീട്ടിൽ ഒറ്റയ്ക്കായത് കാരണം അച്ഛൻ കുറേയൊക്കെ അവിടെ ആയിരുന്നു. അപ്പോ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ നിൽക്കാൻ പേടിയുള്ളതുകൊണ്ട് ഞങ്ങൾ തറവാട്ടിൽ നിൽക്കുക. രാത്രി തറവാട്ടിൽ നിന്ന് രാവിലെ ഒരു 6 മണി ഒക്കെ ആകുമ്പോഴേ എണീറ്റ് വീട്ടിലോട്ട് വരിക. കാരണം ഒന്ന് വെളിച്ചായിട്ട് വരുമ്പോഴാണ് അമ്മയ്ക്ക് പിന്നെയും ഒരു ധൈര്യം തോന്നുള്ളൂ. അപ്പൊ വന്ന് ഈ നേരത്തിനുള്ളിൽ ഞാൻ പോണതിന്റെ ഉള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ലഞ്ച് ഉണ്ടാക്കണം, എല്ലാം കൂടെ ഉണ്ടാക്കിയിട്ട് ഒരു ഓട്ടപ്രദക്ഷിണ അയക്കും. അപ്പൊ അധിക ദിവസം അമ്മ ഉണ്ടാക്കും ഒരു മഞ്ഞക്കറിയാ, ഒരു കുമ്പളങ്ങക്കറി. എന്നിട്ട് ഞാനാണെങ്കിൽ ഒട്ടും ഭക്ഷണം കഴിക്കാത്ത ഒരാളായിരുന്നു. എനിക്ക് ഭക്ഷണം എന്ന് പറഞ്ഞ സാധനം മറ്റേ വിനായകന്റെ ഇന്റർവ്യൂല് പറയുന്നില്ലേ, ഭക്ഷണം കഴിക്കുന്നതാണ് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും വെറുപ്പുള്ള സമയം എന്ന്. ആ ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഒട്ടും ഫുഡ് കഴിക്കാൻ ഇഷ്ടമായിരുന്നില്ല. അപ്പൊ ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെയെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഈ ചോറും കുമ്പളങ്ങക്കറിയും ഉപ്പേരിയും എല്ലാം കൂടെ കുഴച്ച് സെറ്റാക്കി എനിക്ക് വെച്ചുതരും. പിന്നെ അന്ന് എനിക്കറിയാൻ പാടില്ല, നമ്മളൊക്കെ വളർന്നു വന്ന ഒരു സാഹചര്യം കാരണമാണോ എന്താന്നുള്ളത്. എനിക്കധികം അമ്മ ഒരു കവറിലാക്കിയിട്ട് ലീക്ക് ആവാതിരിക്കാൻ അങ്ങനെ തരിക. ഈ കവറ് ഉച്ചയ്ക്ക് 1 മണിക്ക് തുറന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഒരു പ്രത്യേക മണം വരാനുണ്ട്. ആ ഏരിയയിൽ മുഴുവൻ അറിയും ഞാൻ ചോറ്റുപാത്രം തുറന്നിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ എനിക്ക് ഒരു നാണക്കേടായിട്ട് ഞാൻ ഈ ചോറ്റുപാത്രം തുറക്കാതെ ഞാൻ സ്ഥിരമായിട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാവിലെ പോവും, അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഈ ചോറ്റുപാത്രത്തിൽ നിന്ന് ഭക്ഷണം എടുത്തിട്ട് തറവാട്ടിൽ കൊണ്ട കളയും. എന്നിട്ട് ഞാൻ വീട്ടിൽ വരും. അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പോയാൽ ഞാൻ പിന്നെ ഫ്രണ്ട്സിന്റെ എന്തെങ്കിലും കഴിക്കും. പക്ഷെ എനിക്ക് വിശക്കില്ല, കാരണം എനിക്ക് ഭക്ഷണം താല്പര്യമില്ല. ഭക്ഷണം എനിക്ക് ഒട്ടും വേണ്ട. ഞാനിങ്ങനെ ഭയങ്കര മെലിഞ്ഞ് അങ്ങനത്തെ ഒരു ഇതായിരുന്നു. എനിക്ക് ഒരു ഭക്ഷണം എക്സൈറ്റ് ചെയ്യില്ലായിരുന്നു. അപ്പൊ അമ്മ വിചാരിക്കണം എന്താ, ഞാൻ കൃത്യമായി ഭക്ഷണം കുഴച്ചടിച്ച് കഴിക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ ആ ഒരു മഞ്ഞക്കറി എന്ന് പറയുന്ന സാധനം ഇപ്പോഴും എനിക്കിഷ്ടമല്ല. അത് കണ്ട എനിക്കൊരു ട്രോമയാണ്. പക്ഷെ ഇതിൽ അമ്മമാരായിട്ടുള്ള ഒരു ബന്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും എനിക്ക് വെറുപ്പാണ് ആ കറി എന്ന് പറഞ്ഞിട്ടും കഴിഞ്ഞ ആളെ നാട്ടിൽ പോയപ്പോഴും അമ്മ സ്പെഷ്യലായിട്ട് ആ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കഥകളൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ സമയം 1:30 നമ്മളിപ്പൊ ഉണ്ടാക്കിയില്ലെങ്കിൽ ചായയുടെ ഒപ്പെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. വിഷ്ണുവിന് ഇങ്ങനെ രസകരമായ പൊതിച്ചോറ് ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ, ചോറ്റുപാത്ര ഓർമ്മകൾ? വിഷ്ണു പിന്നെ അന്നേ ചോറ് കഴിക്കില്ലല്ലോ, ഇഡ്ലി ദോശ. എനിക്ക് ഇതിന്റെ ഓപ്പോസിറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഉച്ചയാവാൻ വരെ വെയിറ്റ് ചെയ്തിരിക്കും തുറക്കാൻ വേണ്ടിട്ട്, കഴിക്കാൻ വേണ്ടിട്ട്. നിനക്ക് വെറൈറ്റി ഭക്ഷണം നല്ല വെറൈറ്റി നമുക്ക് ഉണ്ടാക്കാൻ. നമ്മുടെ മെനു എന്ന് പറയുന്നത് ചോറ്, മത്തി വറുത്തത്, ചെമ്മീൻ വറുത്തത്, കോവയ്ക്കുപ്പേരി, അച്ചാറ്, മാങ്ങാ ചമ്മന്തി, മുട്ട പൊരിച്ചത്. ഇങ്ങനത്തെ ഒരു ചോറ്റുപാത്രം ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഇന്ന് കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, ആദ്യം അരി വെച്ച് തുടങ്ങാം. ഞാൻ കോവയ്ക്ക് അറിയാം. ഷോർട്സ് ചെയ്യുമ്പോഴേ കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഈ ചോപ്പിംഗ് ബോർഡ് എവിടുന്നാണെന്ന്. ഏതാ ഈ ചോപ്പിംഗ് ബോർഡ്? ഈ മറ്റേ സിങ്കിന്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്ന ഐക്യാണ്. അധികം ഭയങ്കര എക്സ്പെൻസീവും അല്ല കേട്ടോ, അത്യാവശ്യം നല്ല റേറ്റിൽ. അപ്പൊ നിങ്ങൾ ഐക്യയിലൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാ അവിടെ ഇത്രയും വലിയൊരു ചോപ്പിംഗ് ബോർഡ് കാണാം. ഇത് നമുക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒറ്റടിയില് അരിയാം. അല്ലെങ്കിൽ നമ്മുടെ സാധാ കുക്കിങ്ങിനൊന്നും ഇത്ര ആവശ്യമില്ല കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ അതിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നത്. വിഷ്ണുവിന് കോവയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്നിട്ടാണ് എന്നോട് കോവയ്ക്ക് വാങ്ങിക്കാൻ പറഞ്ഞത്. വിഷ്ണു ചോറ് കഴിക്കുന്ന എനിക്ക് ഒരു ഉറപ്പുമില്ല. ഇപ്പൊ കുറച്ചായിട്ട് ഇവിടെ നല്ല പച്ചക്കറി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണേ. അപ്പോ പച്ചമാങ്ങ വെച്ചിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രോസൺ പച്ചമാങ്ങ വാങ്ങിയതായിരുന്നു, പഴുത്തല്ലിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഞാൻ തോടോടെ ഇതേപോലെ ഇരിക്കുന്നു. നല്ല പഴുത്ത വാങ്ങിയ ഐശുക്കെ നല്ല പുളിയുണ്ട്. ആണോ? എടേ, മിക്സിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, പ്ലഗ് ചെയ്താലേ വർക്ക് ചെയ്യുള്ളൂ. എനിക്ക് ഉച്ചക്കത്തെ ലഞ്ച് ബോക്സ് ഇങ്ങനെ ഇഷ്ടമല്ല എന്നുള്ളത് ഞാൻ അമ്മ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ല. എനിക്കങ്ങനെ പ്രോപ്പർലി എനിക്ക് ഫീൽ ചെയ്യണത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ മിണ്ടാതെ ഇത് കളഞ്ഞ് വരും എന്നുള്ളതല്ലാതെ കൂടുതലൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഒരു പ്രാവശ്യം ഞാൻ വെച്ചു, എന്റെ ഈ വിഷമം രോഹിത്തിനായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. കാരണം ഞങ്ങൾ രണ്ടുപേരും തുല്യ ദുഃഖിതരായിരിക്കുമല്ലോ, അവനും മഞ്ഞക്കറി ആയിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ ഇവന്റെ ക്ലാസ്സിൽ ചെന്നപ്പോ ഇവനുണ്ട് ഇഡ്ലി ഫോർക്ക് കൊണ്ട് മുറിച്ച് ഇതിൽ മുക്കി കഴിക്കുന്നു. കാരണം എന്താ അറിയോ, ഇവൻ അമ്മ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവന് ചോറ് വേണ്ട ഉച്ചക്ക്, ഇപ്പം മഞ്ഞക്കറി ഇഷ്ടമല്ലാന്ന്. അപ്പൊ അമ്മ അതിനൊരു ഓൾട്ടർനേറ്റ് സംഗതി കണ്ടുപിടിച്ചു. ഞാനാണെങ്കിൽ ഡെയിലി ഇത് ഉണ്ട് പാത്രം വെടിച്ച് ക്ലീൻ ആക്കിയിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അമ്മ വിചാരിച്ചു എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഉച്ചക്ക് ഉണ്ടായിരുന്ന ഒരു കളി ഞാൻ പറഞ്ഞിട്ടെ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു. ഇപ്പോഴും ഇപ്പൊ കുറച്ചൊക്കെ കൺട്രോളിലാണ്. ഇൻ കൺട്രോൾ. അന്ന് കൺട്രോൾ ഉണ്ടായിരുന്നില്ല.
സ്കൂളിൽ പോണത് കളിക്കാനായിരുന്നു. അതും ചില്ലറ ഗെയിംസ് ഒന്നും പറയാൻ പറ്റില്ല, ഉപദ്രവിക്കുക വേറുള്ളവരെ, അതായിരുന്നു എന്റെ വിനോദം. എനിക്ക് സ്റ്റീവിനെ പോലെ ഒന്നുണ്ട്. അല്ല, സ്റ്റീവ് ഒക്കെ എന്ത് മിടുക്കനാണ്. ഞാനുണ്ടല്ലോ, എനിക്ക് ശരിക്കും ഹൈപ്പർ ആക്റ്റീവ് കിഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലായിരുന്നു ഞാൻ. എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ല. ഞാൻ എന്നെ പറ്റി വെളിച്ചം പറയാൻ എന്താ അറിയോ, ഞാൻ സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാല് ടീച്ചർ ഒന്ന് പഠിപ്പിക്കും, ഞാനൊന്ന് കേൾക്കും, ഞാൻ വേറൊന്ന് എഴുതും, എന്നിട്ട് ഞാൻ വേറൊന്ന് വായിക്കും. ഇത് തമ്മിലൊന്നും ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. അപ്പൊ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പഠിച്ച് രക്ഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ പഠിച്ച പണി 18 നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ട്യൂഷന് വിടുക, ഇവിടെ ട്യൂഷന് വിടുക. അന്ന് ഈ ഹൈപ്പർ ആക്റ്റീവ് നമ്മളൊരു സ്പെഷ്യൽ അറ്റൻഷൻ അങ്ങനെ കൊടുക്കണോന്നൊന്നും ചിലപ്പോ ഇപ്പത്തെ പേരൻസ് കുറച്ചും കൂടെ ചിന്തിക്കുമായിരിക്കും. ഇത് ഏകദേശം ഒരു 10-25 കൊല്ലം മുന്നേ അല്ലേ? 10-25 കൊല്ലൊക്കെ ആയി. ഉച്ചക്ക് എന്റെ ഗെയിം എന്താണെന്നറിയോ? ഉച്ചക്ക് ഞാൻ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഗേൾസ് അന്ന് കുറച്ചും കൂടെ ഒക്കെ അടങ്ങി ഒതുങ്ങിയിട്ടുള്ള കുറച്ച് കളി കളിക്കുക, ഇങ്ങനെ കൊത്താങ്കല്ല് പിടിക്കുക, ഇങ്ങനെ കള്ളനും പോലീസും എഴുതിയിട്ട് അവർ ഇരുന്ന് വർത്താനൊക്കെ പറയായിരുന്നു. പക്ഷെ അതിന്റെ ഉള്ള ഇത് വേണ്ട നിനക്ക് എവിടെ. പക്ഷെ എന്റെ ഒരു നേച്ചർ അനുസരിച്ചിട്ട് എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് ക്ലാസ്സിൽ തന്നെ അടങ്ങിയിരിക്കാൻ പറ്റില്ല. എന്നിട്ട് എന്റെ ഗെയിം എന്താണെന്നറിയോ? ഉച്ചയ്ക്ക് ഞാൻ കളിക്കുമ്പോ ബോയ്സിന്റെ എണ്ണ എടുക്കുക, ആരൊക്കെ ഗെയിമിനുള്ളത്. ഗെയിം എന്താ അറിയോ? 1ാം ക്ലാസ്സിലാണെങ്കിൽ നിങ്ങളിത് മോശം എടുക്കരുത്. ചെക്കന്മാരിട്ട് ഓടിക്കുക, ഞാൻ പിന്നാലെ പോയി ഇവരെ പിടിച്ച് ഉമ്മയ്ക്കുക. ഉമ്മയോ? ഇതായിരുന്നു എന്റെ ഗെയിം, സീരിയസ്ലി. കാരണം നമ്മളിങ്ങനെ ഉമ്മ വയ്ക്കാനൊക്കെ നോക്കുമ്പോ ഇവര് ഡിസ്കംഫർട്ട് ആയിട്ട് ഓരോന്ന് കാണിക്കുമല്ലോ, അത് എന്നെ ഹരം കൊള്ളിക്കുക. വല്ലാത്തൊരു സ്വഭാവമായിരുന്നു, വല്ലാത്തൊരു പ്രത്യേകത ജീവിതമായിരുന്നു. എന്നിട്ടൊരു കൊച്ചു കംപ്ലൈന്റ് ചെയ്തു. അങ്ങനെയാണ് ആ ഗെയിം അവിടെ നിന്നത്. അല്ലേ പ്രാന്ത്. അന്ന് കറിവേപ്പില ഇങ്ങനെ ഐസ് ട്രേലാക്കിയിട്ട് ഫ്രോസൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, അത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള പരിപാടിയാണ്. നമുക്ക് അതില് നല്ല അതിന്റെ സ്മെല്ലും അതിൽ തന്നെ നിൽക്കും. നേരത്തെ പറഞ്ഞ കഥ നിങ്ങളൊരു ജഡ്ജ്മെന്റലായിട്ടൊന്നും കേൾക്കരുത് കേട്ടോ. നമ്മൾ ഈ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ആണും പെണ്ണും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അന്ന് കണ്ടുപിടിച്ചൊരു കളിയായിരുന്നു അത്. എന്തിനാണത് ചെയ്തിരുന്നത് ഇപ്പം എനിക്ക് അറിയാൻ പാടില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഭയങ്കര ക്ലോസ് ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഷൈമ, സന ഒക്കെ. നമ്മൾ തമ്മിലൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. സന, ഷൈമ, ഐശ്വര്യ, ശ്രുതി. എന്തൊക്കെയല്ലേ അന്നിങ്ങനെ 2 പെൻസിലാ മെയിൻലി ക്ലാസ്സിൽ ഉണ്ടാവുക. ഷൈമയുടെ അച്ഛൻ ദുബായിലാണ്. അപ്പൊ ഒരു ക്യാമലിന്റെ പെൻസില് ബാക്കിൽ റബ്ബർ വരുന്നത്, അത് ഇറക്കി പോയിക്കോട്ടെ അല്ലെങ്കിൽ തൊണ്ടേ കൊടുക്കും. അപ്പൊ അത് എനിക്ക് ഭയങ്കര രസമുള്ളൊരു പെൻസിലായിരുന്നു. എങ്ങനെയെങ്കിലും എനിക്കും അങ്ങനത്തെ ഒരു പെൻസിൽ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടല്ലോ. എനിക്ക് മറ്റേ നടരാജന്റെ പെൻസിലായിരുന്നു, ചുവപ്പും കറുപ്പും കൂടെ ഉള്ള. എനിക്ക് അതുകൊണ്ട് കൂടെ തോന്നുന്നു എനിക്ക് ചുവപ്പും കറുപ്പും കോമ്പിനേഷൻ ഇഷ്ടമല്ല, നടരാജ് വെറുപ്പിച്ചാ തോന്നുന്നു. അപ്പോ പക്ഷെ ഇവള് എനിക്ക് ഇടയ്ക്ക് 1-2 പെൻസിലൊക്കെ തരും. പിന്നെ ഇവളുടെ അച്ഛൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എനിക്ക് സ്പെഷ്യലായിട്ട് ഇങ്ങനെ മിഠായിയൊക്കെ കൊണ്ടുതരും. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇവളുടെ ക്യാമലിന്റെ പെൻസില് സൺഷൈഡിക്ക് വീണു, 2nd ഫ്ലോറിന്നോ 3rd ഫ്ലോറിന്നോ ഒറ്റ. അപ്പൊ എനിക്ക് പെൻസിൽ സംരക്ഷിച്ചല്ലേ പറ്റുമോ. നമ്മളാണെങ്കിൽ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് കാറ്റഗറിയാണ്. സൺഷൈഡും 3ാമത്തെ നിലയൊന്നും നമുക്ക് വിഷയമല്ല. ഞാൻ എങ്ങനെയൊക്കെയോ പോയിട്ട് എങ്ങനെ അവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. കോണിന്റെ സൈഡിൽ കൊണ്ട് പോയിട്ട് ഞാൻ സൺഷൈഡിന്റെ മുകളിൽ പോയി ഞാൻ പെൻസിൽ എടുത്ത് തിരിഞ്ഞപ്പോ താത്തുന്ന PT സാർ അത് കണ്ടു. സാർ 3ാമത്തെ നിലയുടെ മുകളില് സൺഷൈഡിന്റെ മുകളില് 1ാം ക്ലാസ്സിലെ കുട്ടി. സാറ് ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കി. ഇത്രയും ബഹളം ഉണ്ടാക്കി എനിക്ക് അവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പിന്നെ ഇവരൊക്കെ വന്നിട്ട് രക്ഷിച്ചെടുത്തു. എന്നിട്ട് അന്ന് അമ്മേനെ അച്ഛനെ വിളിച്ചു പറഞ്ഞു ഇനി ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ സംഭവബഹുലമായ സ്കൂളിംഗ് ആയിരുന്നു എനിക്ക് 7ാം ക്ലാസ് വരെ. 8ാം ക്ലാസ് തൊട്ട് പക്ഷെ ഞാൻ കുറച്ച് നന്നായി തുടങ്ങിയിട്ട് ഞാൻ കുറച്ച് എൻ്റെ കലകളിലും പഠിത്തത്തിലും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതുവരെ ഉഷാറായിരുന്നു. ഇങ്ങനത്തെ കഥകൾ ഇഷ്ടം പോലെ എനിക്ക്. പക്ഷെ എനിക്ക് 7ാം ക്ലാസ് വരെയാണ് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ രസമുള്ള കുറേ കഥകളുണ്ട്. ഇപ്പൊ ഞാനിപ്പോ മെഡിറ്റേറ്റ് ചെയ്യാറുണ്ട്. രാവിലെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന മെഡിറ്റേഷനിൽ നമ്മുടെ ചൈൽഡ്ഹുഡിനെ പറ്റി ചിന്തിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തൊരു രസമായിരുന്നു എന്നറിയോ. ഞാനിങ്ങനെ സ്കൂൾ വിട്ട് വരുന്നതും അമ്മമ്മയുടെ അവിടെ ഫുഡ് ഉണ്ടാക്കുന്നതും പിന്നെ സ്കൂളിൽ പോകുന്നതും ഭക്ഷണം നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നതും എല്ലാം കൂടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു എൻ്റെ ചൈൽഡ്ഹുഡ് എന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും റിയലൈസ് ചെയ്തു. അപ്പം കുറച്ച് മുന്തിരി കേട്ടോ. കഥകൾക്കിടയിൽ നമ്മുടെ കോവയ്ക്ക ഉലർത്തിയതിൻ്റെ റെസിപ്പി പറയാൻ മറന്നു. ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ മിക്സിയിൽ ഒരടി,
അതൊന്ന് വെളിച്ചെണ്ണയിൽ വഴണ്ടി വന്നതിന് ശേഷം ചില്ലി ഫ്ലേക്സ് ഇട്ട് നമ്മുടെ കോവയ്ക്ക് അരിഞ്ഞതും കൂടെ ഇട്ട് നല്ലോണം ഇളക്കി ഒന്ന് വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ, അടിപൊളിയായിരുന്നു, നല്ല എരിവൊക്കെ ആയിട്ട്. ഈ ഒരു ചില്ലി ഫ്ലേക്സ് മാത്രം ഇട്ടിട്ട് എപ്പോഴും ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് പയറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ നിങ്ങൾ അറിഞ്ഞോ, എന്നെ പോലീസ് പിടിച്ചു. ഇന്നലെ വീഡിയോയിൽ കണ്ടായിരുന്നു, ഞാൻ മറന്നേ പോയി. എന്തിനാ പിടിച്ചത്? ഞാൻ വിഷ്ണുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടി വരുമായിരുന്നു ഷെറീറിന്റെ വീട്ടിൽ നിന്ന്. അപ്പോ ഒരു പോയിന്റ് എനിക്ക് തിരിയണമായിരുന്നോ. അവിടെ എത്തുമ്പോൾ വിഷ്ണു എന്നെ വിളിച്ചു, എത്തിയില്ലേന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ എത്തി എന്ന് പറയാൻ വേണ്ടി ഫോൺ എടുത്തപ്പോ കറക്റ്റ് പോലീസ്. ഞാൻ തിരിഞ്ഞത് ബസ് ലൈനിക്കായി. ഫോൺ എടുത്തൊന്നും കുഴപ്പമില്ല, നമ്മൾ ഇതിലല്ലേ എടുക്കുന്ന. ബസ് ലൈനിൽ കയറി പോയി. ഇവിടെ ബസ് ഓടുന്ന ലൈനില് ബസ് തന്നെ ഓടാൻ പാടുള്ളൂ നമുക്ക്, അല്ലെങ്കിൽ പിന്നെ ടാക്സിക്കും ഓടാം, പ്രൈവറ്റ് കാർസിന് ഓടാൻ പാടില്ല. എന്നിട്ട് എനിക്ക് ബസ് ലൈനിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എവിടെയെങ്കിലും ഒന്ന് ചെന്ന് അവസാനിപ്പിക്കണല്ലോ. അങ്ങനെ അവസാനം കാർ എത്താത്ത സ്ഥലത്ത് ഒരു ഹമ്പിന്റെ മുകളിൽ കൂടെ കയറ്റിയ സ്ഥലത്ത് നിർത്തി വിഷ്ണുനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. വിഷ്ണു വരാനൊക്കെ മുന്നേ പോലീസ് വന്നു. ഞാൻ അവരുടെ അടുത്ത് എൻ്റെ അവസ്ഥയൊക്കെ പറഞ്ഞു കൊടുത്തു. ലൈൻ തെറ്റി ബസ് ലൈനിൽ കയറി പോയതാണ്, സോറി അത് ഇത് എന്നൊക്കെ. നല്ലൊരു പോലീസുകാരനായിരുന്നു. അതുകൊണ്ട് ലൈസൻസ് ഒക്കെ ചെക്ക് ചെയ്തു. ലൈസൻസ് ഉണ്ടായിരുന്നില്ല കയ്യിൽ. അപ്പോൾ വിഷ്ണുവിൻ്റെ കയ്യിൽ അതിൻ്റെ സോഫ്റ്റ് കോപ്പി ഉണ്ടായിരുന്നു. അത് വെച്ച് അവർ ഓക്കെ പറഞ്ഞു. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഫൈൻ തരുമെന്ന് പറഞ്ഞ് എന്നെ അവർ മറ്റേ കമ്പ്യൂട്ടറിൽ കയറ്റി. നോട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം ഇനി പിടിക്കും എന്ന് പറഞ്ഞു. 400 യൂറോയുടെ ഫൈൻ, 400 euros. പണം പോട്ടെ, പ്രതാപം വരട്ടെ. നമ്മൾ നമ്മുടെ മാങ്ങാ ചമ്മന്തി ഇവിടെ അരച്ചെടുത്തു. പക്ഷെ മാങ്ങ അങ്ങോട്ടൊരു ഉഷാറില്ലാത്തത് കാരണം നമ്മൾ കുറച്ച് ചെമ്മീനും കൂടെ ഒന്ന് വറുത്തിട്ടെ. അപ്പൊ ഇത് ചെമ്മീൻ മാങ്ങാ ചമ്മന്തിയാണ്. ഇപ്പൊ കഴിക്കാൻ തോന്നുന്ന കാര്യം കുറച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ തോന്നുന്നില്ല. ഭയങ്കര കഴിക്കാൻ തോന്നി. നമ്മൾ കുക്ക് ചെയ്യില്ലേ, കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേക നല്ലതാ വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പ്രോൺസ്. ഞാൻ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും കൂടുതൽ ഓർഡർ ചെയ്യാറ് ഈ ഒരു ഐറ്റമാണ്. പക്ഷെ ഞാൻ എപ്പോഴും ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റാറില്ല. അതിൽ നിന്ന് വരുന്നൊരു മണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുക്ക് ചെയ്യുന്ന സമയത്ത്. ഒരു ചെറിയ ഡിസാസ്റ്റർ സംഭവിച്ചിരിക്കുകയാണ്. ചോറ്റുപാത്രം കാണാനില്ല. എൻ്റെ ഒരു പാത്രം ഉണ്ടായിരുന്നു. അങ്ങനെ മുന്നേ എന്തോ കള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടി ആവി കയറ്റാൻ വേണ്ടി വാങ്ങിച്ചൊരു പാത്രമായിരുന്നു. പക്ഷെ അത് കാണാനില്ല. പുറത്തൊരു കള്ളപ്പോ വട്ടയപ്പം. ദീപേച്ചിയുടെ അടുത്തൊന്നും നമ്മൾ വരുന്ന വഴിക്കൊന്ന് വിളിച്ചാൽ മതി. ദീപേച്ചിക്ക് ചോറ്റുപാത്രങ്ങളുടെ കച്ചവട വീട്ടില് ഇഷ്ടം പോലെ, ഏത് വലിപ്പത്തിൽ ഏത് ശരിയാ എപ്പോഴും കൊണ്ടുവരുന്നത് ചോറ്റുപാത്രത്തില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ അവസാന ഘട്ടം പൊതിച്ചോറാണോ ചോറ്റുപാത്രമാണോ എന്നുള്ളത് ചോറ്റുപാത്രം കിട്ടിയാലും നോക്കാം, കിട്ടിയതനുസരിച്ചിരിക്കും. അപ്പൊ അതിലോട്ട് കിടന്നു. നമ്മൾ മത്തി വറക്കുകയാണ്. മീൻ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു. മുന്നേ ഡെയിലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വില ഉണ്ടായിരുന്നില്ല, തിരിഞ്ഞു നോക്കില്ലായിരുന്നു. മത്തി വറുത്താൽ അപ്പുറത്തെ ചേട്ടൻ മത്തി വെച്ച് വരും. പക്ഷെ മത്തിയുടെ മണം എത്ര മോശമാണെങ്കിലും ഗുണവും ടേസ്റ്റും നന്നായാൽ നമ്മൾ വീണ്ടും വാങ്ങിക്കുന്നുള്ളതിന് ഏറ്റവും എക്സാമ്പിളാണ് മത്തി. പക്ഷേ ഉണ്ടല്ലോ ഇവിടുത്തെ മത്തിക്ക് അത്രയ്ക്കും നാട്ടിലത്ര മണമില്ലല്ലോ. പക്ഷെ എന്നാലും നമുക്ക് ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ, ഈ എക്സ്ഹോസ്റ്റ് പുറത്തേക്കില്ല. ഇത് ഇത്ര ഏരിയയേ ഉള്ളൂ. ഇതാണ് പുറത്തേക്കുള്ള എക്സ്ഹോസ്റ്റ്, അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അത് ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു ഏരിയയിൽ ഭയങ്കര മണം വരും. പിന്നെ ഇപ്പൊ വിന്റർ ആകുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട് രണ്ടും തുറന്നിടാൻ പറ്റുന്നതിൽ. അപ്പോൾ ഇതൊരു മത്തി വീടായിട്ട് മാറും കുറച്ച് കഴിയുമ്പോൾ. പിന്നെ മത്തി ആവുകൊണ്ട് നമ്മളോട് സഹിക്കും, മത്തിയല്ലേ. പക്ഷെ വിഷ്ണുവിന് തീരെ ഇഷ്ടമല്ല. നമ്മുടെ അവസാനത്തെ ഐറ്റം മുട്ട വറുത്തതും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ തപ്പുന്നതാണ് എന്ത്, ചോറ്റുപാത്രം. കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ ഈ പരിപാടിയോടൊപ്പം സൈഡിൽ ചെറുതായിട്ട് ക്ലീനിങ്ങും കൂടെ നടത്തട്ടെ. നമ്മൾ ഇതിട്ടില്ല മുട്ടയില്. എന്ത്? അയ്യോ മറന്നു. എനിക്ക് ഈ കല്യാണം വരെയൊക്കെ ഒട്ടും ഇഷ്ടമില്ലാത്ത 2 കാര്യമായിരുന്നു. ഒന്ന് ഇഡ്ഡലിയും ഒന്ന് ചോറും. പക്ഷെ ഇപ്പൊ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അത് കഴിക്കാൻ തോന്നുന്ന 2 സാധനങ്ങളാണ് ഇഡ്ഡലിയും ചോറും. ഇതൊരു പാർട്ട് ഓഫ് മെച്യൂരിറ്റി ആയിട്ട് നമുക്ക് കണക്കിലെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ചോറും കറികളും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറുണ്ട്, മുട്ടത്തോരൻ അല്ല മുട്ട വറുത്തതുണ്ട്, പൊരിച്ചത്, കോവയ്ക്ക മെഴുക്ക് പുരട്ടിയുണ്ട്, മാങ്ങ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയുണ്ട്, കാരക്ക അച്ചാറുണ്ട്, വായിൽ വെള്ളം വരുന്നു, കുഞ്ഞൻ മത്തി വറുത്തതുണ്ട്, ചെമ്മീൻ ഫ്രൈ ഉണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയ റോസും ഉണ്ട്. ഗരാജിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പാത്രം തപ്പാൻ. ചോറ്റുപാത്രം ഉണ്ടോ? ഓ എന്താ ഇവിടത്തെയൊക്കെ ചപ്പലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങുന്നേ കയറില്ല. റോസിനോട് ചോദിക്കായിരുന്നു ഇതെന്താ ഇപ്പൊ ഇവിടെ ക്ലീൻ ചെയ്യാത്തത്. പുറത്തിറങ്ങി മനസ്സിലായി എന്താ ക്ലീൻ ചെയ്യാത്തതെന്ന്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഗരാജിൽ പോകുമ്പോൾ നമുക്ക് മൈക്ക് ഉണ്ടായിരുന്നു, തിരിച്ചു വരുമ്പോൾ നമുക്ക് മൈക്കില്ല. വിച്ച് മീൻസ് നമ്മൾ നമ്മുടെ മൈക്ക് ഗരാജിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതെ, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കഴിയുമ്പോൾ ഞാൻ കൊണ്ടുപോകുന്നതായിരിക്കും.
ആദ്യം ചോറ് നല്ലോണം അങ്ങോട്ട് കഴിക്കുക, വയറ് നിറച്ചങ്ങോട്ട് കഴിക്കുക. ഇതിന്റെ മുകളില് കുറച്ച് കോവയ്ക്കുപ്പേരി. പക്ഷെ ശരിക്കും ഇങ്ങനെ ചോറ്റുപാത്രം ഒരാൾക്ക് കൊണ്ടുപോകല് പോസിബിൾ ആണോ? ഇത്രയൊന്നും എന്തായാലും പോസിബിൾ അല്ലല്ലോ. എനിക്ക് തോന്നുന്നില്ല എല്ലാരും കൊണ്ടുപോകുന്നത്. എനിക്ക് എല്ലാ വീട്ടിലെയും സിറ്റുവേഷൻ അങ്ങനെ എനിക്കറിയില്ല. പക്ഷെ എന്റെ വീട്ടിലൊക്കെ ഇപ്പൊ അമ്മയും മേമമാർക്കും ഒക്കെ 9-9:15 ആവുമ്പോ പോണ്ടി വരുമല്ലോ. അല്ല ഇത്രയൊന്നും. ചോറ്റുപാത്രത്തിന്റെ ഒക്കെ ബ്യൂട്ടി എന്ന് പറയുന്നത് ചോറ് ഇങ്ങനെ അമർത്തി പ്രസ് ചെയ്ത് വെച്ച് അതിന്റെ മുകളിൽ കറികൾ ഇങ്ങനെ വെക്കുമ്പോ അതാണ് അതിന്റെ ഒരു ഭംഗി തോന്നുന്നു. യു വാണ്ട് ചമ്മന്തി സ്റ്റീവ്? ഒരു ചമ്മന്തി കഴിച്ചു നോക്ക്. വാ, മത്തി വറുത്തത്. അതില് 2 ചോറ്റുപാത്രം അതില് സെറ്റ്. വിഷ്ണുവിന് ഇതിൽ വേണം, പാത്രത്തിൽ പോരെ? ഓക്കെ. മുട്ടയുടെ ഫ്ലേവർ ഉള്ള പാത്രം ഉണ്ട്, അതിൽ കഴിച്ചു. മുട്ട പൊരിച്ചിട്ടിട്ട് കഴിക്കാം. ഇത് കഴിച്ചോ, റെഡി. ഇതെടുത്തോ, ഇഷ്ടമുള്ള അത്ര എടുത്തോ. ഇതെടുത്തോട്ടോ, ഇത് വിഷ്ണുവിന് സ്പെഷ്യലാ. ഞങ്ങക്ക് ചോറ്റുപാത്രത്തില് നമ്മള് സവോള വെക്കാറില്ല. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാമോ? പറ്റില്ല. കോവയ്ക്കോ? അപ്പൊ വെണ്ടയ്ക്കോ? വെണ്ടയ്ക്ക് കുഴപ്പമില്ല. അതെ, ഇത്രയും ഉണ്ടാക്കിട്ട് മോരേറിയാണ് ഇഷ്ടായത്. എനിക്കും വേണ്ട. വിഷ്ണുവിന് പറ്റി ഒന്നുമില്ല കേട്ടോ. വിഷ്ണു ബീഫും ചിക്കനും വന്നോ. പെട്ടെന്ന് തുറക്കാൻ കിട്ടരുത്. ഇവിടെ പിടിച്ചോ, ഞാൻ പിടിച്ചോ. എന്റെ നേരെ ബുള്ളറ്റ് വന്നു. അപ്പൊ ഇത് മറ്റേ ക്ലാസ്സിലെ NRI സ്റ്റുഡൻസ്. അതെ, പ്ലേറ്റ്സ്, ഒരു സ്പൂണും ഫോർക്കോടെ കൊടുക്കായിരുന്നു. എന്താ കഥ ഭാഗ്യൻ കാണിക്കൂ. ഈ വീഡിയോയിൽ നിങ്ങൾ ഒരു കോയിൻസിഡൻസ് ശ്രദ്ധിച്ചോ? എൻ്റെ അമ്മ കുമ്പളങ്ങക്കറി എന്നെ വെറുപ്പിച്ചു, ഞാൻ വിഷ്ണുവിനെ നമ്മുടെ മോര് കറി വെറുപ്പിച്ചു. സൈഡിലെടുത്ത് മാറ്റി വെക്കണം. അപ്പൊ ഇതിന്റെയൊക്കെ ഇങ്ങനെ മസാല ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി നമ്മൾ എടുത്ത് മാറ്റി വെക്കുമ്പോൾ സ്കൂളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് കയ്യിട്ട് വരും. മാറ്റി വെച്ചത് ഓർമ്മ ഉണ്ടാവുള്ളൂ. പോയിരിക്കും. ഈ ഒരു വായ നമുക്ക് തട്ടാം. വേണ്ട, കഴിച്ചോ, ഞാൻ എല്ലാം കൂടെ കൂട്ടി കഴിക്കാം. ശരിക്കും ചോറ്റുപാത്രം തുറന്ന പോലത്തെ ഒരു ഫീല്. ഒരു വായരട്ടാ. ഈ ഒരു ചോറ്റുപാത്രം ഐഡിയ ഒരു വർത്ത് ട്രൈയിങ് ആയിരുന്നു കേട്ടോ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ പ്ലേറ്റിൽ ചോറെടുത്ത് കഴിക്കുന്നതും ഈ ചോറ്റുപാത്രത്തിൽ കഴിക്കുന്നതും ഈ പൊതിച്ചോറിൽ കഴിക്കുന്നതൊക്കെ എന്താ എത്ര വ്യത്യാസം എന്ന്. കാരണം ഈ പൊതിച്ചോറ് എന്നെ അത്ര ഭയങ്കര എക്സൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ ഒരു ചോറ്റുപാത്രം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വർത്ത് ട്രൈയിങ് ആയിരുന്നു. എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര ടേസ്റ്റ് ഫീൽ ചെയ്തു. എല്ലാം കൂടെ അമർന്നിരിക്കുന്ന ചോറും ആ പാത്രത്തിൽ നിന്ന് എടുത്ത് കഴിക്കുന്ന ഫീലും എല്ലാം കൂടെ എനിക്ക് എന്തൊക്കെയൊക്കെയോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ആരോ ചെയ്തിട്ടുണ്ട്, എന്നാലും നല്ല രസമായിരിക്കും. യൂണിഫോം ഇതൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യണ്ട. പ്ലെയിൻ സ്കേർട്ട് എടുക്കുക, ഷർട്ട് എടുക്കുക.
ചോറ്റുപാത്രത്തിൻ്റെ ടേസ്റ്റ് കയറാതെ തോന്നുന്നു. റോസിന് പെട്ടെന്നൊരു ഐഡിയ വന്നു, നമുക്കൊരു പാർട്ടി വെക്കാം ഒരു സ്കൂൾ തീമിൽ, നമ്മളെല്ലാവരും സ്കേർട്ടും ടോപ്പും ബോയ്സ് ട്രൗസറും ടീഷർട്ടും. ആ ഒരു ഐഡിയ റോസ് ഒന്ന് പ്രസൻറ്റ് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ സ്പോട്ടിൽ തന്നെ റിജക്ഷൻ കിട്ടി. എന്തായാലും നമ്മൾ 3 പേരും കുറച്ച് സമയം വൈകിയെങ്കിലും നല്ലോണം എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചു. വിഷ്ണുവിന് ബാക്ക് പെയിൻ കുറച്ചൊന്ന് ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ഒരു കാര്യമാണ്. എന്തെങ്കിലും നമുക്ക് പറ്റാത്തൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ബാക്ക് പെയിൻ വരുന്നത് പോലെ നാട്ടിൽ നമ്മൾ വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. മാർച്ചൊക്കെ ആകുമ്പോൾ ആ ഒരു സമയത്ത് ഒന്നും കൂടെ നമുക്കൊന്ന് നാട്ടിൽ വന്ന് MRI സ്കാനിങ് ഒക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും പെട്ടെന്ന് ഒരു ക്ലീനിങ് പരിപാടിയൊക്കെ ഒന്ന് കഴിഞ്ഞ് കുറച്ചേരൊന്ന് പോയി സമാധാനമായിട്ടിരിക്കട്ടെ. അങ്ങനെ വിഭവസമൃദ്ധമായ ഒരു ചോറ്റുപാത്രം കഴിച്ചു തീർന്നപ്പോൾ എൻ്റെ മൈക്ക് കാണാനില്ല. ഞാൻ ഗരാജിലൊക്കെ തപ്പാൻ വേണ്ടി പോയിണ്ടായിരുന്നില്ല, ഇവിടെ വെച്ചായിരുന്നു ഒരു മൈക്ക്. അത് ഊരി ചാടി എവിടെ പോയി. അപ്പോൾ അത് തപ്പാൻ വേണ്ടി വീണ്ടും പോവാണ്. പക്ഷെ എനിക്ക് കുറച്ച് നടുവേദന ഉണ്ട്, അതുകൊണ്ട് നടുവേദന ഫാമിലി ആയല്ലോ ഇത്. എനിക്ക് കുറച്ച് നേരം നിൽക്കുമ്പോൾ ഒരു നടുവേദന വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഞാനൊന്ന് റെസ്റ്റ് എടുക്കാം. റോസ് പോയി തപ്പാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ ഇൻ കേസ് തപ്പി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഇന്നലെ ഞാൻ പണി പടം കണ്ടു. നല്ല പടം, നല്ല എൻഗേജിങ് ആയിരുന്നു. ത്രൂ ഔട്ട് ഭയങ്കര ലിസൺ ചെയ്തിരിക്കാൻ പറ്റി. പക്ഷെ അതിലെ കുറച്ച് സീനൊക്കെ ഭയങ്കര ഹോണ്ടിങ് ആയിരുന്നു. രാത്രിയൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല പടം. പെട്ടെന്ന് തോന്നി ചെയ്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. കുറച്ചായിട്ട് ലോങ് വീഡിയോ ചെയ്യാത്തത് കൊണ്ട് ഒരു ചെറിയ ഡിസ്കണക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കണക്ഷന് വേണ്ടിയും കൂടെ ചെയ്തൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം തനി മലയാളി. ടാറ്റാ, നമുക്ക് ഉടനെ കാണാം കേട്ടോ.